നമസ്കാരം ഗൈസ്, ഞാൻ പ്രതീഷ് നെല്ലിക്കുത്ത്. ഇപ്പൊ നമ്മളുള്ളത് തമിഴ്നാട്ടിലുള്ള തഞ്ചാവൂർ എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നിർമ്മിതിയുണ്ട്, ബൃഹദീശ്വര ടെമ്പിൾ. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടു പോവേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒരു അമ്പലത്തിനുപരി നമ്മളൊരു ചരിത്ര നിർമ്മിതിയാണ് ഈ ഒരു ബൃഹദീശ്വര ടെമ്പിൾ. അപ്പൊ ഈ ഒരു അമ്പലത്തിലേക്ക് കയറുമ്പോൾ ഗൈസ്, നമുക്ക് 3 കവാടങ്ങൾ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ അമ്പലത്തിന്റെ ഉള്ളിലോട്ടേക്ക് പ്രവേശിക്കാൻ. കാരണം ഒരു രാജാവിന്റെ കാലത്ത് നിർമ്മിച്ച നിർമ്മിതി ആയതുകൊണ്ട് അതിലേക്ക് സെക്യൂരിറ്റി വളരെ പ്രധാനമാണ്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് 3 കവാടം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ അമ്പലത്തിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ. അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഒരു അമ്പലം എന്നുള്ളൊരു കൺസെപ്റ്റിന് പുറമെ ഒരു രാജാവിന്റെ നിർമ്മിതിയാണ്. അത് മാത്രമല്ല, രാജാവിന്റെ കാലത്ത് ഒരുപാട് സമയം രാജാവ് ചെലവിട്ടിരുന്നൊരു സ്ഥലം കൂടിയാണ് ഈ അമ്പലം എന്നുള്ളതാണ് ഇവിടുത്തെ ഗൈഡിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും, ഒന്നാമത്തെ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ഗേറ്റിന്റെ കവാടാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാമത്തെ കവാടത്തിൽ നമുക്ക് ശരിക്കും അതിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ കവാടത്തിന്റെ ഏകദേശം ഭാഗങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പൊ മൂന്നാമത്തെ കവാടം കഴിഞ്ഞ് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അമ്പലത്തിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. അപ്പോൾ രാജാവിന്റെ കാലത്ത് പുറത്തുനിന്നുള്ള ഒരു വ്യക്തിക്ക് ഉള്ളിലേക്ക് കയറണം അല്ലെങ്കിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ഈ 3 കവാടങ്ങൾ കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ഗൈസ് രണ്ടാമത്തെ കവാടം കഴിഞ്ഞു. ഇപ്പൊ മൂന്നാമത് കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ കവാടാണ്. ഈ മൂന്നാമത്തെ കവാടത്തില് ഒരു സെക്യൂരിറ്റി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കയറാം. അപ്പൊ ഉള്ളിലോട്ട് കയറി നമ്മൾ വന്ന വഴിയെ തിരിച്ചു നോക്കുമ്പോൾ ആ 3 കവാടങ്ങൾ നമുക്ക് വരിയായിട്ട് കാണാൻ കഴിയും. ഇപ്പൊ ഇത് കാണുന്നത് നമ്മൾ അവിടെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ആദ്യത്തെ കവാടം, അതിൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ കവാടം, അതിനുള്ളിൽ മൂന്നാമത്തെ കവാടം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു നിർമ്മിതി വന്നിട്ടുള്ളത്. പിന്നെ ഈ മൂന്നാമത്തെ കവാടത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. കാരണം ഇതൊരു കവാടം മാത്രമല്ല, ഈ കവാടത്തിനോട് ചേർന്ന് നമ്മൾ ഒരു നടപ്പന്തലുണ്ട്. നടപ്പന്തൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏകദേശം 100 കണക്കിന് പില്ലറുകൾ ഉണ്ടാക്കിയ ഒരു നടപ്പന്തലാണ്. അപ്പോ ഇന്ന് രാജാവിന്റെ കാലത്ത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു നിർമ്മിതിയാണ് ഇത്. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു നന്ദിയുടെ മണ്ഡപമുണ്ട്, നന്ദി മണ്ഡപമുണ്ട്. ഈ നന്ദി മണ്ഡപം ശരിക്കും അമ്പലത്തിന് അഭിമുഖമായിട്ടാണ് ഈ നന്ദി മണ്ഡപം നിൽക്കുന്നത്. അപ്പോൾ ഇതും തന്നെ ഏകദേശം ഒരു രാജാവിന്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. നമ്മളിത് കാണണം. ഇപ്പൊ ഈ ഒരു അമ്പലത്തിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ അമ്പലത്തിന്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം 66 മീറ്റർ ഗൈസ്, 19 നില ബിൽഡിങ്ങിന്റെ ഉയരത്തിലാണ് ഈ കിടക്കുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന അമ്പലത്തിന്റെ ശിഖിരം അല്ലെങ്കിൽ താഴികക്കൂടം എന്ന് പറയുന്നത് ഒറ്റക്കല്ലിൽ തീർത്തതാണ്. ഈ ഒറ്റക്കല്ലിൽ തീർത്ത ഈ ശിഖിരത്തിന് ഏകദേശം 80 ടണ്ണ് വെയിറ്റ് ഉണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഗൈസ്, 66 മീറ്റർ 19 നില ബിൽഡിങ്ങിന്റെ മേലേക്ക് അന്നത്തെ കാലത്ത് എങ്ങനെയായിരിക്കും ആ ഒരു ഒറ്റക്കല്ലിന്റെ ഈ ഒരു ശിഖിരം അല്ലെങ്കിൽ തായ്ക്കൂടം നമുക്ക് അതിന്റെ മേലെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പൊ ശരിക്കും നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാലത്ത് നിന്നോട് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ നമുക്ക് ക്രെയിനും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അന്നത്തെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പൊ ഇപ്പോഴും അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ ആളുകൾ ഉള്ളിലോട്ട് കയറുന്നതും അതുപോലെ തന്നെ ഇറങ്ങി വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത് അമ്പലത്തിന്റെ ഉള്ളിലോട്ടുള്ള വഴിയാണ്. അപ്പൊ അവിടെ പൂജയും കാര്യങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ അമ്പലത്തിന്റെ ഇപ്പൊ നമ്മൾ കാണുന്നത് നേരാണ്. അതിന്റെ വലത് ഭാഗത്തായിട്ട് നമുക്കൊരു ഗണപതിയുടെ അമ്പലം കൂടെയുണ്ട്. ഗണപതിയുടെ ഒരു ചെറിയൊരു അമ്പലം കൂടെയുണ്ട്. ഇത് ഏകദേശം ആ ഒരു സമയത്ത് തന്നെ നിർമ്മിച്ചതാണ്. കാരണം രാജരാജ ചോളന്റെ ഭരണശേഷം ഏകദേശം 2 രാജാക്കന്മാര്, അതായത് ചോളവംശം കഴിഞ്ഞതിന് ശേഷം നായ്ക്യ വംശം, അതിനുശേഷം മറാത്ത രാജാക്കന്മാർ കുറച്ച് ഭരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു 3 രാജാക്കന്മാരുടെയും ഒരു ഭരണം കഴിഞ്ഞിട്ടുള്ള ഒരു അമ്പലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ അമ്പലത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിന്റെ ഫ്രണ്ട് സൈഡ്, അതിന്റെ തൊട്ട് ഇടത് ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ അമ്പലം നമുക്ക് ഒരുപോലെ തന്നെ തോന്നത്തുള്ളൂ. അത് മാത്രമല്ല, ഏകദേശം ഏക്കറക്കണക്കിന് സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു വലിയൊരു ബൃഹത്തായ ഒരു ശിവന്റെ അമ്പലവും അതിനോട് ചേർന്ന് ഒരുപാട് ഉപമണ്ഡപവും കൂടിയും നമുക്ക് ഇതിലുണ്ട്. ഈ ഒരു അമ്പലത്തിൽ തന്നെ നമ്മൾ ഇപ്പൊ ആൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ഒരു ഗണപതിയുടെ അമ്പലമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സുബ്രഹ്മണ്യന്റെ അമ്പലമുണ്ട്. പിന്നെ ഒരു പാർവതിയുടെ ഒരു അമ്മയുടെ അമ്പലമുണ്ട്, വരാഹിയുടെ ഒരു അമ്പലമുണ്ട്. ഇങ്ങനെ ഒരു വലിയൊരു അമ്പലവും അതിനോട് ചേർന്ന് ചെറിയ ഉപക്ഷേത്രങ്ങളും ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു നിർമ്മിതി. അപ്പോ നമ്മൾ 19 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റിലാണ് ഈ ഒരു അമ്പലം നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ ഓരോ ഭാഗത്തും അത്രയും ആകർഷകമായ രീതിയിലുള്ള സൃഷ്ടികളും അതുപോലെ തന്നെ ശില്പങ്ങളും കൊത്തിവെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഓരോരോ ഭാഗവും കടന്നു പോകുന്നത്. ശരിക്കും ഗൈസ് നമ്മൾ ശരിക്കും ഒരുപാട് അത്ഭുതപ്പെട്ടു പോകും. കാരണം ആ ഒരു രീതിയിലാണ് ഇതിന്റെ നിർമ്മിതി.
ഇത്രയും വലിയ വലിയ സ്ലാബുകൾ അന്നത്തെ കാലത്ത് എങ്ങനെയായിരിക്കും അവര് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക? മാത്രമല്ല, വലിയ വലിയ കല്ലുകൾ എന്ന് പറയുമ്പോൾ ആ കല്ലിന്റെ ഉള്ളില് ഉള്ള ജോയിനിങ് ഒന്നും നമുക്ക് പുറത്ത് കാണാൻ കൂടി കഴിയത്തില്ല. കാരണം അത്രയും അത്രയും ഭംഗിയായിട്ടാണ് ഈ ഒരു അമ്പലം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോ നമ്മൾ ശരിക്കും ഈ രാജരാജ ചോളൻ അങ്ങനെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയാ, നമ്മളെല്ലാം അറിയപ്പെടേണ്ട ഒരാളായിരുന്നു. പക്ഷെ എത്ര പേര് നമ്മൾ അതിനെപ്പറ്റി, നമ്മളെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അങ്ങനെ പറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോ ഇങ്ങനെ ഒരു അമ്പലം എന്നല്ല, ഒരുപാട് സൃഷ്ടികൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിലും ഇപ്പോഴും ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്ത് വരുന്ന ഒരു അമ്പലമാണ് ബൃഹദീശ്വര ടെമ്പിൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് അവിടെ പോകണം. അപ്പൊ ഈ അമ്പലത്തിന്റെ തറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൊത്തിവെച്ചിരിക്കുന്ന ശിലാലിഖിതങ്ങൾ മുഖേനയാണ് ഈ അമ്പലത്തിന്റെ കാലവർഷം അല്ലെങ്കിൽ എത്രത്തോളം വർഷം പഴക്കമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ആരൊക്കെയാണ്, എത്ര ആളുകളുടെ പണിയെടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇത് കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ തമിഴാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് പിന്നെ ആർക്കിടെക്ചേഴ്സ് എല്ലാം കണ്ട് അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷമാണ് ഇതിനെ പറ്റിയുള്ള ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് നോക്കണം ഗൈസ്, ഇതിന്റെ എല്ലാം സ്ലാബുകളുടെ എല്ലാം ജോയിനിങ് നോക്കൂ. ഇന്ന് നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ 2 കല്ല്, അതായത് ഏകദേശം 30 കിലോ ഭാരമുള്ള 2 കല്ലാണ് നമ്മൾ ഫിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിന് എത്രത്തോളം സിമെന്റ് വേണം, ഇത് നമുക്ക് ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ഗണപതിയുടെ ക്ഷേത്രം കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഇങ്ങനെ ഒരു മണ്ഡപം കൂടിയും കാണുന്നുണ്ട്. അപ്പൊ അത് ഇതിന്റെ എല്ലാം പില്ലർ നോക്കൂ നിങ്ങൾ. പില്ലറിൽ തന്നെ ഒരുപാട് കൊത്തുപണികൾ ആ ശില്പികൾ അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ട്. അതും തന്നെ എവിടെ നിന്നാണ് തുടങ്ങിയത്, എവിടെയാണ് അവസാനിച്ചിട്ട് നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഓരോ പില്ലറിലെ ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായുള്ള ഒരു വൈവിധ്യവും ഭംഗിയും ഉണ്ട്. നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഈ ഒരു കാണുന്ന ഈ ഒരു 2 എൻട്രൻസ് ആണ്. അതിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ ഉണ്ട്. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുടെ പിന്നെ ഇതാണ്, നന്ദിയുടെ മണ്ഡപമാണ്. ഈ നന്ദി മണ്ഡപത്തിലെ നന്ദിക്ക്, അതായത് ഇന്ത്യയിൽ തന്നെ ഒറ്റക്കല്ലിൽ തീർത്ത ഏറ്റവും വലിയ നന്ദികളിൽ ഒന്ന് പേരുള്ള ഒരു നന്ദിയാണ് ഇത്. ഏകദേശം 12 അടി ഉയരം, അതുപോലെ തന്നെ 20 അടി പിന്നെ നീളവും ഇതിന് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മേലെ നമുക്ക് ഒരുപാട് പെയിന്റിങ് ചെയ്ത് കാണാൻ കഴിയും. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചായക്കൂട്ടാണ് നമ്മളെ കാണുന്നത്. ഓക്കെ, അപ്പൊ അന്നത്തെ ആ പെയിന്റിങ് ഇപ്പോഴും നമുക്ക് പ്രകൃതിയായിട്ടുള്ള ചായക്കൂട്ട് മുഖേനയാണ് അത് ഉണ്ടാക്കി പിന്നെ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടൊക്കെ അതിൽ കാണാൻ കഴിയും. പിന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതിന് നടപ്പന്തലുണ്ട്. ഈ നടപ്പന്തൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 100 മീറ്ററോളം നീളത്തിലാണ് ഓരോ ഭാഗത്തും നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതിന്റെ ഉള്ളിൽ ഏകദേശം പിന്നെ അങ്ങനെയുള്ള വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് പിന്നെ ശിവലിംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോ നമ്മുടെ രാജരാജ ചോളൻ മഹാരാജാവിന്റെ ഭരണത്തിന് ശേഷം പിന്നെ നായ്ക്ക് വംശം വന്നു. അതിനുശേഷം വന്നിരിക്കുന്ന മറാത്തി രാജവംശം കൂടി ഇത് പിന്നെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മറാത്ത രാജാവായിട്ടുള്ള ശരഭോജിയാണ് ഈ ഒരു പിന്നെ ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഓരോ പില്ലറിലും അത് ഏകദേശം അന്നത്തെ കാലത്ത് ഒരുപാട് 400ഓളം ഭരതനാട്യ നർത്തകിമാരും പിന്നെ അനുയായികളൊക്കെ ഇതിൽ താമസിച്ചിരുന്നു. അവരെ ഓരോരുടെയും പേര്, അവരുടെ എവിടുന്ന വന്നിട്ടുള്ള സ്ഥലം, ഇങ്ങനെ ഓരോ പില്ലറിലും അത് കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ഭാഗത്തും വെച്ചിട്ട് നോക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഈ അമ്പലത്തിന്റെ പിന്നെ ഗോപുരം, അതുപോലെ തന്നെ അമ്പലം നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. അത് അത്ര മൈൽഡ് ആയിട്ടുള്ള വർക്ക് ഗൈസ്. എന്താണ് ഇതിന്റെയൊക്കെ ഒരു ഭംഗി എന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, സപ്പോർട്ട്.